കണ്ണു നിറയെ കണ്ണനാണ്, ഇമയടയുന്നില്ല ഒരിറ്റുപോലും. എത്ര കണ്ടാലാണ് മതിവരിക, അത്രമേൽ ഇഷ്ടമാണ്. ഉള്ളിലമ്പാടിയിൽ വെണ്ണയുണ്ട്, ഉച്ചിക്കുരുക്കിൽ പീലി നട്ട്, ചുണ്ടോടുരസി മുളക്കമ്പു മീട്ടി, കുറുമ്പിനോട് കൂട്ടുകൂടി. സദസ്സിന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ അഭിവാദനങ്ങൾ. അടുത്ത വെല്ല് നൃത്തനാടകം ആരംഭിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ തിരുവനന്തപുരം കലാക്ഷേത്ര ആരംഭിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ കലാസൃഷ്ടി. ഇത് വിനീത് കലാക്ഷേത്ര. കണ്ണനായി ചമയമിട്ട് കാലമാകുന്നൊരാൾ. ഈ വേഷപ്പകർച്ചയിൽ 2 പതിറ്റാണ്ടിന്റെ ചെറുപ്പമുണ്ട് നാട്ടിലെ കണ്ണന്. 20 വർഷത്തോളം ആയി ഞാൻ ശ്രീകൃഷ്ണ വേഷം ചെയ്യാൻ തുടങ്ങി. ഏകദേശം 3000-ഓളം സ്റ്റേജുകൾ കൃഷ്ണവേഷം ചെയ്യാൻ സാധിച്ചു. എന്നാൽ ആവതല്ല ജനാർദ്ദന, ഗാന്ധീവമൊന്ന് ഉയർത്താൻ പോലും എന്നാൽ ആവതല്ല, എനിക്കാവില്ല. അർജുന, ദയ അർഹിക്കാത്തവർക്ക് വേണ്ടി നീ ദുഃഖിക്കുന്നു, പണ്ഡിതയോജ്യമായി സംസാരിക്കുന്നു. എന്നാൽ പണ്ഡിതർ മരിച്ചവരെ കുറിച്ചും മരിക്കാത്തവരെ കുറിച്ചും അനുശോചിക്കാറില്ല. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് കലാഫീൽഡിലേക്ക് വരുന്നത്. അതിനു മുന്നേ സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് വരുന്നത് 16-ാമത്തെ വയസ്സിലാണ്. സ്കൂളിൽ പഠിച്ച സമയത്ത് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ നവോദയ എന്ന ട്രൂപ്പിലാണ് ആദ്യമായി നൃത്തനാടകത്തിൽ. 20 വർഷമായി ഇപ്പോൾ കലാക്ഷേത്രയുടെ ഭാഗമായി നിൽക്കുകയാണ്. ഈ പ്രായമുള്ള അമ്മമാരൊക്കെ വളരെ സ്നേഹത്തോടുകൂടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും വല്ല ഒരു ഉമ്മ തരുമ്പോഴും നമ്മളിലൂടെ ഭഗവാനെ കാണുന്നു എന്നുള്ളതാണ്. അത് അപ്പോൾ നമ്മുടെ ജീവിതം ഭഗവാനിലൂടെ നമുക്ക് ധന്യമായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഭാഗ്യമാണത് ചെയ്യാൻ സാധിച്ചത്. പ്രോഗ്രാം കഴിയുമ്പോൾ ആൾക്കാരൊന്ന് പറയാറുണ്ട്, ശരിക്കും ഭഗവാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നാറുണ്ടെന്ന്. അതൊരു ഭാഗ്യമല്ലേ, നമുക്കത് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ പറ്റുന്നതൊരു ഭാഗ്യമാണ്. അത് എൻ്റെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല, അത് ഭഗവാന്റെ അനുഗ്രഹം എന്നേ ഞാൻ കാണുന്നുള്ളൂ. കണ്ണ് നിറയാണ് വരുന്നവരുടെ എല്ലാം ഇതിലേറെ എന്ത് നന്നാവാൻ അത്രയും ഗംഭീരമായിട്ട് കൃഷ്ണവേഷം തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും തുടർക്കും. യാദവ ശ്രേഷ്ഠനായ ശൂരസേനന്റെ പ്രിയപുത്രി പൃഥ, കുന്തി ഭോജന്റെ ദത്തുപുത്രി കുന്തി, മഹാരാജാവായ പാണ്ഡുവിന് പ്രിയ പത്നിയായിരുന്ന കുന്തി മഹാറാണി, വസുദേവർക്ക് സഹോദരി, എനിക്ക് മാതൃസമയായ മാതുല. ഇങ്ങനൊക്കെ ആയിരുന്നിട്ടും അമ്മായി കേവലം ഒരു വീട്ടമ്മയെപ്പോലെ വേവലാതിപ്പെടുന്നു. ബാക്കി എല്ലാ ദൈവങ്ങളോടും ഒരു ഭയഭക്തിയോടുകൂടിയാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണൻ നമ്മളെ സ്വന്തം ആളാണ്. അതായത് നമ്മുടെ കൂട്ടുകാരനാണ്, കാമുകനാണ്, മോനാണ്. നല്ലൊരു സ്നേഹം മാത്രമാണ് കൃഷ്ണനുള്ളത്. ആ ഒരു വേഷം ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. അതായത് ആ ഒരു സ്നേഹം, കൃഷ്ണനോടുള്ള സ്നേഹം ജനങ്ങൾ നമുക്കും നമ്മളോടും കാണിക്കാറുണ്ട്. വ്യക്തിനിഷ്ഠമായ പ്രതികാരം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഭീമൻ പറഞ്ഞതുപോലെ കൊന്നു തോൽപ്പിക്കാം. അതല്ല, അവർ എന്തിനാണോ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, എന്താണോ അവർ നിങ്ങളിൽ നിന്നും കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത്, അതിനെതിരെയാണ് പൊരുതുന്നതെങ്കിൽ നടക്കേണ്ടത് കേവല പ്രതികാരമല്ല, വേണ്ടത് വീരോചിതമായ യുദ്ധമാണ്. പണ്ട് കാലത്തൊക്കെ ഈ വയസ്സായ അമ്മമാരും ആൾക്കാരായിരുന്നു ഈ നൃത്തനാടകത്തെ പുരാണമല്ലേ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി മാറിയപ്പോൾ, പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പുതിയ കുട്ടികൾ വരെ, കൊച്ചുകുട്ടികൾ, അതായത് ന്യൂജൻ കുട്ടികൾ എല്ലാം ഇതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. പല വേദിയിലും എൻ്റെ കൂടെ നമ്മൾ പോരാൻ കഴിഞ്ഞിട്ട് കാണാൻ വരുന്നതും സെൽഫി എടുക്കാൻ വരുന്നതൊക്കെ ഈ കൊച്ചുകുട്ടികളാണ്. നമ്മൾ ന്യൂജൻ പയ്യന്മാരാണ്. പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയിൽ പോലും ഞാനൊരു മോശപ്പെട്ട സ്വഭാവം കണ്ടില്ല എന്നുള്ളതാണ്. ഒരു നൃത്തനാടകം കണ്ട് ആസ്വദിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ഒരു കുട്ടിയെ പോലും
നമ്മൾ ഈ ഇപ്പോഴത്തെ ലഹരി ഉപയോഗം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് അവരെ മനസ്സ് അത്രയും അങ്ങനെയുള്ളത് മാത്രമേ ഈ കലയെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു കൊച്ചുകുട്ടി മാമ ഒരു സംശയം ചോദിച്ചിട്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു എന്ത് മക്കളെന്ന് വെച്ചു. പറഞ്ഞു മാമ ഈ പാണ്ഡവരിൽ 5 പേരില്ലേ, പക്ഷെ ആ 3 പേരല്ലേ നിങ്ങൾ കാണിച്ചുള്ളൂ, 2 പേര് അവിടെ പോയി എന്നിട്ട് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചുകുട്ടി ഒരു 6 വയസ്സൊക്കെ അവൾ കുട്ടിക്ക്, ആ കൊച്ചുകുട്ടിക്ക് മഹാഭാരതത്തെക്കുറിച്ച് നല്ല അറിവുണ്ടെന്നുള്ളതാണ്. അറിവുണ്ട്, ആ കുട്ടി അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ, അത് മഹാഭാരതം എന്നുള്ളത് വലിയ സമുദ്രമാണ്, നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളുള്ളൊരു സാധനമാണത്. നമുക്ക് എല്ലാവരെയും നമുക്ക് വേദിയെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു നൃത്തനാടകം എന്ന് 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പരാമർശിച്ച് ചിലപ്പോൾ ചില കഥാപാത്രങ്ങളെ പരാമർശിച്ച് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നകുലിനെയും സഹോദരനെയും കുറിച്ച് നമ്മളൊന്ന് പരാമർശിച്ച് മാത്രമേ പോയിട്ടുള്ളൂ. നമുക്ക് അത്രയും ആ കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ആ സാങ്കേതികമായിട്ട്. നൃത്തനാടകത്തെ കൊച്ചുകുട്ടികൾ വരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും കാലം സഹിച്ചത് എന്തിനു? അധർമ്മികളുടെ കൈകളിൽ നിന്നും ഹസ്തിനപുരിയുടെ രാജ്യാധികാരം ധർമ്മജനായ യുധിഷ്ഠിരന്റെ കൈകളിൽ വന്നു ചേരുന്നൊരു ദിവസം അമ്മായിയും ആഗ്രഹിക്കുന്നുണ്ട്, സജ്ജനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു മഹാസൈന്യത്തോടും എതിരിടാനുള്ള സൈനിക ബലവും ബന്ധുബലവും കീർത്തിയും ഈ കാലയളവിനുള്ളിൽ പാണ്ഡവർ നേടിയെടുക്കും. ഇത് ഞാൻ കുന്തി മഹാറാണിക്ക് നൽകുന്ന ഉറപ്പ്. നാടകം ഇഷ്ടമാണ്. ഞാൻ നാടകത്തെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം മുതലേ ഈ നൃത്തനാടക മേഖലയിലേക്കാണ് വന്നത്. അതുകൊണ്ട് ആ നൃത്തനാടക മേഖലയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നു. എൻ്റെ അപ്പച്ചി നാടകത്തിലുണ്ടായിരുന്നു, KPSCയിലായിരുന്നു എൻ്റെ അപ്പച്ചി. ഒത്തിരി വർഷം KPSCയിലായിരുന്നു. അപ്പോൾ നാടകം എനിക്ക് വലിയ ഇഷ്ടമാണ്. നാടകം ഞാൻ കാണാൻ പോകാറുണ്ട്. നാടകത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ അച്ഛൻ നമ്മൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാക്കാരശ്ശി ട്രൂപ്പ് ഉണ്ടായിരുന്നു. കാക്കാരശ്ശി നാടകം എന്ന് പറയും. അത് പണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു ടീം പണ്ട് ആ ട്രൂപ്പ് നടത്തിയപ്പോൾ ഞാൻ കുഞ്ഞിലേ, അതെനിക്ക് നല്ല ഓർമ്മയില്ല, ആ സമയത്തൊക്കെ എനിക്കത് ഓർമ്മ, ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അന്ന് ആ കാക്കാരശ്ശി ട്രൂപ്പ്. അതിനോട് ഈ കലാമേഖലയോട് ഒരു ബന്ധം വരുന്നത് ആ സമയം മുതലാണ്. ഒരു താല്പര്യം നമുക്ക് തോന്നി തുടങ്ങിയത് ആ സമയം മുതലാണ്. ഇനി സ്വപ്നം കാണുകയല്ല, ഭാവിയിലേക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. 5 ആൺമക്കൾ ഒരു മഹാസൈനിക ശക്തിയായി മാറുന്നതിന് വേണ്ടിയുള്ള ചുവടുകളാവണം ഓരോ കാൽവയ്പും. ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പോയ ഒരാളിനെ നീ കൃഷ്ണൻ ചെയ്യണം, നിന്നെ കൃഷ്ണൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ ചെയ്താൽ മതി എന്ന് വാശി പിടിച്ച ഒരാൾ എൻ്റെ ചേട്ടനാണ്, വിജയൻ ചേട്ടൻ, PR വിജയൻ നന്ദിയോടെന്ന് പറയും. കലയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഈ കലാക്ഷേത്രം എന്ന സമിതിയുടെ സ്ഥാപകൻ. ഇന്ന് കാണുന്ന നൃത്തനാടകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് പുള്ളിയുടെ ഒരു പരിശ്രമം കൊണ്ടാണ്. കലാക്ഷേത്രം കൊണ്ടുവന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ പല നൃത്തനാടക സമിതികളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം കാരണക്കാരനായത് PR വിജയൻ നന്ദിയോടെന്നുള്ളൊരു വ്യക്തിയാണ്. പുള്ളി ട്രൂപ്പ് നടത്തിയത് ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കണം, അവരെ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ സ്നേഹിച്ച ഒരാളാണ് വിജയൻ ചേട്ടൻ. 7 മാസം മുന്നേ പുള്ളി നമ്മൾ വിട്ടുപോയി. അനശ്വര ലോകത്തേക്ക് വിട പറഞ്ഞു പോയ കലാക്ഷേത്രയുടെ അമരക്കാരനെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് പറയാതെ ഞങ്ങളുടെ ഒരരങ്ങുകളും പൂർണ്ണമാകില്ല. നൃത്ത നാടക സമിതികളുടെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന നന്ദിയോട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ആ ചെറുപ്പക്കാരന് ഒരു വലിയ മോഹമുണ്ടായിരുന്നു. അഴകിലും അകക്കാമ്പിലും പൂർണ്ണതയുള്ള അതിമനോഹരമായൊരു നൃത്ത നാടക സംഘം തൻ്റെ അധ്വാനത്തിലും നേതൃത്വത്തിലും ഉണ്ടാവണമെന്ന്, ഒപ്പം തനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കലാഹൃദയമുള്ളവരെ കരുതലിൻ്റെ ഒറ്റ കുടത്തണലിലേക്ക് ചേർത്ത് നിർത്തണമെന്ന്. ആ കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വീക്ഷണത്തിൻ്റെ, ആത്മാർപ്പണത്തിൻ്റെ ശേഷിപ്പാണ് 2004 ആരംഭിക്കപ്പെട്ട ഈ കലാക്ഷേത്ര. എന്നാലും പുള്ളിയുടെ ഓർമ്മകളാണ്, പുള്ളി ഒരു സ്വപ്നം കണ്ട ആ സ്വപ്നത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഓരോ വേദികളും വിജയൻ ചേട്ടന് കൊടുക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്. എന്നിലെ കൃഷ്ണനെ ആദ്യം കണ്ടെത്തിയത് PR വിജയൻ ചേട്ടനാണ്. പിന്നെ നീ ചെയ്താൽ മതി കൃഷ്ണവേഷം, അതായത് വേറൊരു കൃഷ്ണൻ, അതായത് പണ്ട് നന്നായി ജനങ്ങൾ സ്വീകരിച്ചൊരു കൃഷ്ണനാണ് അന്ന് അതിനകത്ത് അഭിനയിക്കുന്നത്. പക്ഷേ ഞാൻ മാമാന്ന് വിളിക്കുന്ന ആ മാമന് ഭീമസേൻ്റെ വേഷം കൊടുത്തിട്ട് എന്നെ കൃഷ്ണനായിട്ട് കാസ്റ്റ് ചെയ്തു പുള്ളി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. കേരളത്തിൽ അറിയപ്പെടുന്ന നൃത്തനാടക സമിതികളുള്ളത് ഈ നന്ദിയോടാണ്. മാത്രമല്ല ഈ കേരളത്തിലെ നൃത്തനാടകങ്ങളിലെ മാറ്റങ്ങൾക്ക് കാരണക്കാരായ സമിതികളും നന്ദിയോടുള്ളതാണ്. അത് നവോദയ, സരോവര, കലാക്ഷേത്ര, ഉദയശ്രീ, ആവണി, ശ്രീധന്യ കലാക്ഷേത്രം, അങ്ങനെ ഒത്തിരി സമിതികൾ ഈ നന്ദിയോടെന്ന്
പിന്നെ ആരംഭിച്ചവയാണ്. ആ സമിതികൾ തന്നെയാണ് ഈ നൃത്തനാടകത്തെ ഇന്നത്തെ മാറ്റത്തിന് ഏറ്റവും കാരണക്കാരായത്. എന്നെ ഈ നൃത്തനാടക മേഖലയിൽ ആദ്യം എന്നെ കൊണ്ടുവന്നത് കവടിയാർ സുരേഷാണ്. ഞാൻ പണ്ട് രാമായണം എന്ന നൃത്തനാടകം കളിക്കുന്ന സമയം മുതൽ എന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത് കവടിയാർ സുരേഷാണ്. സാറായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ നിലയ്ക്ക് നിൽക്കാൻ പറ്റുന്നത്. അതായത് അത്രയ്ക്ക് നമ്മൾ വലിയ സ്നേഹത്തോടുകൂടി നമുക്കെല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നൊരു സംവിധായകൻ. അതായത് ഒരു സംവിധായകൻ്റെ ജാടയൊന്നും ഇല്ലാതെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ഒരാൾ. മലയാള നാടകവേദിയിൽ ശ്രേഷ്ഠ വേഷം ചെയ്യുന്ന വിനീത് ആ വേഷവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുക. ഒരുമാതിരി പരകായ പ്രവേശം ചെയ്തതുപോലെ ഒരു നടൻ ഒരു കഥാപാത്രമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ, പരകായ പ്രവേശം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൂർണ്ണത ആ കഥാപാത്രത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കേരളക്കരയിൽ വന്നാൽ ഒരുപക്ഷെ കേരളക്കരയിലെ ജനങ്ങൾ ഭഗവാനിൽ കാണുന്ന രൂപം വിനീതിൻ്റെതായിരിക്കും. അത്രയേറെ വിനീത് കൃഷ്ണനായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഞാൻ സാറിൻ്റെ നൃത്തനാടകത്തിലെ അസിസ്റ്റൻ്റും കൂടെയാണ്, സംവിധാന സഹായിയും കൂടെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ബാലയിലും സാറിനെ രാഷ്ട്രീയാണ് ഞാനാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ട്. കൃഷ്ണനാകുന്നതെന്നുള്ളത് വളരെ ഒരു ശ്രമമുള്ളൊരു ജോലിയാണ്. അതായത് ഒരിക്കലും എൻ്റെ ഫേസ് കൃഷ്ണന് ആപ്റ്റായ ഒരു ഫേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അത്രയും മേക്കപ്പിലൂടെ നമ്മൾ ആക്കിയെടുക്കണം. അതായത് കൃഷ്ണൻ്റെ ജനങ്ങളുടെ മനസ്സിൽ കൃഷ്ണൻ നല്ലൊരു കൺസെപ്റ്റ് ഉണ്ട്. കൃഷ്ണൻ്റെ ചുണ്ടിങ്ങനെ ആയിരിക്കണം, കണ്ണിങ്ങനെ ആയിരിക്കണം, ഇടുന്ന കുറി ഇങ്ങനെ ആയിരിക്കണം, സൈഡിലിടുന്ന കലകൾ അങ്ങനെ ആയിരിക്കണം എന്നൊരു നല്ലൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരിക്കലും മാറിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ കോസ്റ്റ്യൂം പീതാംബരനാണ്. അപ്പോൾ ആ മഞ്ഞ വസ്ത്രം മഞ്ഞയാണ് കൃഷ്ണന് ഇഷ്ടപ്പെട്ട വസ്ത്രം. അപ്പോൾ അത് കോസ്റ്റ്യൂമിൽ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പൊക്കം കുറവാണ്. പൊക്കം എന്ന് വെച്ചാൽ പൊക്കം നല്ല കുറവെന്നല്ല, ഒരു വേദി നിൽക്കുമ്പോൾ ഒരു 5 അടി പൊക്കം എനിക്കുള്ളൂ. അപ്പോൾ കൃഷ്ണനാകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്ക് ശ്രദ്ധിക്കപ്പെടും. അതിനുവേണ്ടി ഒരു ഷൂ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക്. അതായത് പൊക്കമുള്ള ഷൂ. അതിട്ടോണ്ട് നിൽക്കുന്നത് തന്നെ വലിയ ജോലിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നമ്മൾ അതിലേക്ക് കൃഷ്ണനിലേക്ക് പോകുന്നത് അത്രയും നല്ലൊരു ശ്രമമുള്ളൊരു ജോലിയാണ്. ഏകദേശം 1 മണിക്കൂറോളം എനിക്ക് മേക്കപ്പ് വേണം കൃഷ്ണൻ്റെ മേക്കപ്പ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമുക്ക് കയറി ചെയ്തിട്ട് പോകാൻ പറ്റില്ല. 1 മണിക്കൂറോളം എനിക്ക് മേക്കപ്പിന് വേണ്ടി വരുന്നുണ്ട്. അതിൽ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണത്. അത് വേറെ ഏത് ജോലിയും പോലെ ഒരാളിനെ മാറ്റി നമുക്ക് വിടാം. വേറെ ഏത് ജോലിക്ക് പോയാലും ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലടേ, അതുകൊണ്ട് വേറൊരാളിനെ നമുക്ക് വിടാം. പകരം ഒരാളിനെ കണ്ടെത്താൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉത്തരവാദിത്തമാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളിന് മാത്രമേ ഈ മേലെ നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ചിതയ്ക്ക് വെച്ചിട്ട് ഞാൻ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. അതിന് നമുക്ക് വേറൊരാളിനെ നമുക്ക് ഒരിക്കലും അതിലേക്ക് ഭാഗത്തേക്ക് വരാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഉത്തരവാദിത്തം അത് ഏറ്റവും വേണ്ട ഒരു മേഖല. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ കൊച്ചിലെ വളർത്തിക്കൊണ്ട് പോയത്, എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും എന്നെ എല്ലായിടത്തും കൊണ്ടുവരുന്ന എൻ്റെ അച്ഛാമ്മ മരിച്ചപ്പോൾ എനിക്ക് മരണം കാണാൻ പറ്റില്ല. ഒരു ചടങ്ങിലും എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ കാല് ഞാൻ ബാൻഡേജ് ഇട്ട് ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നടക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേദിയിൽ കയറുമ്പോൾ ഒരു ഊർജ്ജമാണ്. എത്ര നമുക്ക് അസുഖം ഉണ്ടെങ്കിലും ആ ഊർജ്ജം നമ്മളെ കൂടെ നിൽക്കും. ദൈവം നമ്മളെ കൂടെ നിൽക്കും. അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരിക്കൽ ഞാൻ വണ്ടി ആക്സിഡൻ്റായി ഇവിടെ ഇത്രയും ഭാഗം അങ്ങ് പോയി. പക്ഷേ അത് മേക്കപ്പ് ചെയ്യുമ്പോൾ അന്ന് ബാൻഡേജ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പേസിട്ടാണ് മേക്കപ്പ് ചെയ്യണം. ഒരു 30-30ഓളം വേദികൾ ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വീരൻ പരിഗ്രഹിക്കുന്നതും പരിണയിക്കുന്നതും ആയുധങ്ങളെയാണ്. പത്നിമാർ അതവരുടെ വിജയങ്ങളുടെ അടയാളങ്ങൾ ഉയർത്തിക്കാട്ടാവുന്ന ആഭരണങ്ങൾ പോലെയായി തീർന്നിട്ടുണ്ട് ആര്യവർത്തത്തിൽ. രാജാക്കന്മാരെ തോൽപ്പിച്ചും വധിച്ചും ക്ഷത്രിയർ അവരുടെ ഭാര്യയോ പെൺമക്കളെയോ സ്വന്തമാക്കുന്നത് എന്തിനാണ്? ആ പത്നിമാർ അവരുടെ യുദ്ധവിജയങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കാലങ്ങളോളം. ഒരു വയസ്സായ ഒരമ്മ, അത് നമ്മൾ കളിക്കുന്നത് ഗുരുവായൂരിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് കളിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് മേക്കപ്പ് റൂം കുറച്ച് ഉള്ളിലാണ്. അതായത് കുറച്ച് ഒരു ഓഡിറ്റോറിയത്തിനകത്താണ് മേക്കപ്പ് റൂം. ഒത്തിരി കയറി പോകണം. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ അമ്മ, അതായത് നല്ല മുഖാശ്ശേരിയുള്ളൊരമ്മ, എൻ്റെ കൃഷ്ണൻ എനിക്ക് കാണുമ്പോഴുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോയി. ആൾക്കാരൊക്കെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ഈ അമ്മ നല്ല വയസ്സായി. ചോദിച്ച് പറയണം. അത്രയും ഒരു അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത്
നല്ല കരഞ്ഞ് രണ്ട് കണ്ണിൽ കൂടെ കണ്ണീര് വന്നുകൊണ്ട് എൻ്റെ കൃഷ്ണനെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സന്ദർഭം. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അമ്മയുടെ ഫോട്ടോ. ഞാൻ പിന്നീട് അമ്പലത്തിൽ കളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അമ്മയെ അവിടെ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. ഡാൻസും കൂടെ കോർത്ത് ഇണക്കിയ ഒരു സന്ദർഭം, ഒരു കാര്യമായിരുന്നു ഈ ബാലയെന്ന് പറഞ്ഞത്. ഈരടികൾ പാടി ഉള്ള അഭിനയമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് നവോദയമാണ് റെക്കോർഡിങ് കൊണ്ടുവരുന്നത്. അത് കവടിയ സുരേഷ് സാറാണ് ആദ്യമായിട്ട് റെക്കോർഡിങ് കൊണ്ടുവരുന്നത്. ഈ നമ്മൾ റെക്കോർഡിങ് കൊണ്ട് നാടകത്തെ പോലെ ചിട്ടപ്പെടുത്തിയത് ഈ ആ സമയം മുതലാണ്. പിന്നെ ആ ഈരടിയിൽ നിന്ന് മാറി ഒരു നാടക സ്റ്റൈലിലേക്ക് ഈ നൃത്തനാടകത്തെ കൊണ്ടുവന്നു. പിന്നെ അതിന് അത്യാവശ്യം നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ ചില 3-4 ഡാൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഈരടി പോലെയല്ല. നമ്മൾ കഥ പറഞ്ഞു പോകുമ്പോൾ, നാടകം പറഞ്ഞു പോകുമ്പോൾ ഇത് ചെയ്യുകയും അതിനിടയ്ക്കുള്ള ചില സന്ദർഭങ്ങളിൽ ഈ ഉത്സവം വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ മാത്രമേ ഈ ഗാനം ഉണ്ടാവാറുള്ളൂ. പണ്ടത്തെ നൃത്തനാടകം എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ ഉണ്ടാവും. അങ്ങനെയാണ് പണ്ട് നൃത്തനാടകം വയ്ക്കുന്നത്. പക്ഷേ ഇപ്പം 2.25 മണിക്കൂർ 2.5 മണിക്കൂറാണ് ഇപ്പോൾ നൃത്തനാടകത്തിൻ്റെ സമയം. അതിൽ കൂടുതൽ ഇരിക്കാൻ ആളിനെ കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇപ്പോൾ 2 മണിക്കൂർ കൂടുതൽ ആരും ഇപ്പോൾ ഒരു പ്രോഗ്രാം കാണാൻ ഇരിക്കില്ല. ആദ്യമേ കൃഷ്ണൻ്റെ വേഷം ചെയ്തത് സ്നേഹതീർത്ഥം എന്നൊരു കഥയാണ്. അതായത് ഭീമസേനൻ്റെ കഥയാണ്. പിന്നെ ഇരവാൻ, ഭീഷ്മർ, പിന്നെ യദൂലനാഥൻ, ഇപ്പോൾ ശ്രീകൃഷ്ണ ഭാരതം. 100 അല്ല 1000 വട്ടം ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ്. പക്ഷെ ഇന്ന് അവസാനമാണ്. എന്റെ ക്ഷമയുടെയും നിന്റെയും. ഞാനിപ്പോൾ ഓട്ടോറിക്ഷ ഉടക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. അപ്പോൾ നമുക്ക് നാടകത്തിൻ്റെ ഇടവേളകളിൽ ഉള്ളൊരു ജോലിയായിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടി തുടങ്ങിയത്. അതിപ്പോൾ ഒരു സീസണിൽ ഫുൾ സീസൺ ഉണ്ടാവാറില്ല, 6 മാസം ആകത്തെ പ്രോഗ്രാം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഓഫ് സീസണിൽ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ ഓട്ടോറിക്ഷ. ഏത് തൊഴിലിന് പോയാലും നമുക്ക് ഈ നൃത്തനാടകത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓട്ടോറിക്ഷ. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഓടിക്കുകയും ചെയ്യാം, നമുക്ക് എപ്പോഴും വണ്ടി ഒതുക്കിയിട്ട് നമ്മുടെ തൊഴിലിന് പോവുകയും ചെയ്യാം. പിന്നെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളും നടന്നു പോകും. നമ്മൾ സ്വന്തം വീട്ടിലൊരു വാഹനം പോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഓട്ടോറിക്ഷ ആദ്യം ഒരു കൂലിക്കാണ് ഒരു വണ്ടി ഓടുന്നത്. ഒരു 5 വർഷത്തോളം ഞാൻ കൂലിക്കാണ് വണ്ടി ഓടിക്കുക. കൂലിക്ക് വണ്ടി ഓടിയ ശേഷമാണ് ഞാനൊരു വണ്ടി സ്വന്തമായിട്ട് CC ഇട്ട് വാങ്ങുന്നത്. ഒരു പഴയ വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു. അതിനുശേഷം ആണ് അങ്ങനെ കുറേ ആൾ അത് ഓടി. എന്നുവെച്ചാൽ ഓടാറില്ല വണ്ടി. ഞാൻ എന്ന് പറഞ്ഞാൽ 6 മാസം വണ്ടി ഒതുക്കിയിടലാണ്. 6-7 മാസം വണ്ടി ഓടാതെ ഒതുക്കിയിടും. പിന്നെ അങ്ങനെ ഞാൻ വിളിച്ച് ഒരു വണ്ടി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 12 വർഷമായി ഒരു വണ്ടി എടുത്തിട്ട്. നാടകമോട് ജോലിയായി സ്വീകരിച്ചപ്പോൾ ഈ 6 മാസമേ ഉള്ളൂ ഈ തൊഴിൽ. 6 മാസം ഒരു 150 കളിക്കാനകത്തല്ലേ കളിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ നേരത്തെ ആണെങ്കിൽ കല്യാണം കഴിക്കുന്ന മുന്നേ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് പോരാതായി. നമ്മൾ ഈ വരുമാനം പോരാതായി. ഇതെൻ്റെ ഭാര്യ പ്രിയ എന്നാണ് പേര്. ഇത് മകൻ ആദിത്യൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ആരുമൽ. പിന്നെ അമ്മയുണ്ട്. അമ്മയ്ക്കൊരു ചെറിയൊരു കടയുണ്ട്. ആ കടയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ്. പിന്നെ എൻ്റെ സഹോദരിയുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് ഈ മേഖലയിൽ നിൽക്കാൻ സാധിക്കുന്നത്. അവർ നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. എൻ്റെ എല്ലാത്തിനും സഹായം ഓരോ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് തന്നെയാണ് ഈ മേഖലയിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് ഏറ്റവും വലിയ സഹായമായിട്ടുള്ളത്. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അഭിനയത്തിലോട്ട് വന്നതാണ്. പിന്നെ അത് ആ ഒരു ഇതോടുകൂടി തന്നെയാണ് ഞാനും ജീവിതത്തിലോട്ട് വന്നത്. പിന്നെ അതിലൊരു മാറ്റവും ഇനി ഉണ്ടാകാൻ പോകണില്ല. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. ശ്രീകൃഷ്ണ ഭക്തയാണ്, ഇഷ്ടമാണ്. ശ്രീകൃഷ്ണനായിട്ട് ചേട്ടനെ വേദി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവുമാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ആൾക്കാരെ ആരാധിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവർക്കും അച്ഛൻ ആരാധിക്കുന്നതിനെ കാണുമ്പോൾ സന്തോഷമുണ്ട് വളരെ. അപ്പോൾ ഇവിടെയുള്ള നമ്മളെ അടുത്ത് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയും, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ബാലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അച്ഛൻ്റെ അഭിനയമൊക്കെ. വിഷ്വൽസ് ആയാലും എല്ലാം
നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ടാകാറ്. സിനിമ പോലെ എന്നാണ് മിക്ക ആളുകളും പറയുന്നത്. ഒരു നാടകമായിട്ടല്ല, കൂടുതൽ പേരും ഒരു സിനിമ പോലെ കണ്ടിരിക്കാൻ കൊള്ളാം എന്നാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരാനിരിക്കുന്നത് ഒരു ചെറിയ പോരാട്ടമല്ല. ലോകം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത വിധം അനവധി അക്ഷോണികൾ കോളുകൊണ്ട മഹാസമുദ്രം കണക്കെ ആർത്തിരമ്പി മരണക്കണക്കെഴുതാൻ പോകുന്ന കുരുക്ഷേത്ര മഹായുദ്ധം. അടിക്കുമ്പോൾ മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ അത്. കാരണം കൂടുതൽ ഈ ശ്രീകൃഷ്ണൻ എല്ലാവരും കൊണ്ട് പറ്റുന്നുണ്ടാകുന്നില്ല. അപ്പോൾ അച്ഛൻ ഇത്രയും ഫാൻസും ഉണ്ട്, അപ്പോൾ അച്ഛൻ ഇത്രയും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനായിട്ട്. അപ്പോൾ അത് നല്ല ഭാഗ്യമാണ്, അച്ഛനൊരു കഴിവുമാണ് അതിൽ. സപ്താഹത്തിന് കുചേലഗതി എന്നൊരു ദൃശ്യാവിഷ്കാരമുണ്ട്. അതിനും പോകാറുണ്ട്. അതായത് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്നൊരു ഭാഗം വായിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. സപ്താഹത്തിൻ്റെ 6ാമത്തെ ദിവസം. അന്ന് കുചേലഗതിയിൽ ശ്രീകൃഷ്ണനായി ഞാൻ പോകാറുണ്ട്. ഒരു ടീമാണ് നമ്മൾ പോകുന്നത്. കുചേലനും കൃഷ്ണനും രുക്മിണിയൊക്കെ ആയിട്ടുള്ള ടീം. അങ്ങനെയും ഈ കേരളത്തിൻ്റെ അങ്ങോളം പല ക്ഷേത്രങ്ങളിലും സപ്താഹവേദികളിൽ പോകാറുണ്ട്. ഭഗവാൻ ദ്വാപരയുഗത്തിൽ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശങ്ങളായിരുന്നു. ഒരു അച്ഛനും അമ്മയും മക്കളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, വളർത്തേണ്ടത്, അല്ല അവരെവിടെയാണ് പോകുന്നത്, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അതൊക്കെ നമ്മൾ കാണാത്തതുകൊണ്ടാണ് ഇപ്പം മക്കളിപ്പോൾ ലഹരി മാഫിയയും അവരൊക്കെ ഈ പിടിമുറുക്കാൻ കാരണം. അപ്പോൾ കുട്ടികളെ നമ്മൾ കണ്ണ് മൂടിക്കെട്ടി വളർത്താൻ പാടില്ല. കണ്ണ് തുറന്നു വെച്ച് എൻ്റെ മക്കളെ വളർത്തണം എന്നൊരു മെസ്സേജ് ഈ ശ്രീകൃഷ്ണ ഭാരതത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭൂമിയിൽ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്. പരത്തിൽ നമ്മൾ രണ്ടല്ല, ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ എനിക്ക് വിട തരൂ സഖേ. കണ്ണൻ ഭൂലോകം വിട്ടുപോയി, ഈ ഭൂമിയെ അനാഥമാക്കി പോയി. ആര് പറഞ്ഞു കണ്ണൻ പോയെന്ന്? ലോകത്തിന്റെ തേർത്തട്ടിൽ ഒരു പൊന്നോട കുഴലിൽ കയ്യിൽ ചമ്മട്ടിയുമായി കാലത്തെ മുന്നോട്ട് തെളിക്കുന്ന തേരാളിയായി, ആശയം മറ്റവർക്ക് കൺകണ്ട ദൈവമായി, തൂണിലും തുരുമ്പിലും അതാ സർവനാശത്തിന്റെ ആ സമുദ്ര